പുതിയ തലമുറയിലെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബെന്യാമിൻ്റെ ജീവചരിത്രം. 1971 മെയ് 18 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള കുളനടയിലെ ഉപഗ്രാമമായ നെട്ടൂരിലാണ് ബെന്യാമിൻ ജനിച്ചത്. യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശ മാത്യു. പ്രവാസിയായ അദ്ദേഹം ബഹ്റിനിലാണ് താമസിക്കുന്നത്. ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചെറുകഥ മുതൽ നോവൽ, ഓർമ്മക്കുറിപ്പ് എന്നീ വിഭാഗങ്ങളിലായി 30ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2000-ൽ മലയാള സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമായ യൂത്തനേഷ്യ പ്രസിദ്ധീകരിച്ചു. 2008-ൽ ആടുജീവിതം എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. അത് വൻ വിജയവും വഴിത്തിരിവുമായി മാറി. അതിലൂടെ അദ്ദേഹം കൂടുതൽ സജീവവും അറിയപ്പെടുന്നതുമായ എഴുത്തുകാരനായി. ആടുജീവിതം ഒരു ഇന്ത്യൻ തൊഴിലാളിയായ നജീബിൻ്റെ ജീവിതത്തെയും സൗദി അറേബ്യയിലെ കഷ്ടപ്പാടുകളെയും പീഡനങ്ങളെയും എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെയും ചിത്രീകരിക്കുന്നു. കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, ഭാരതിയാർ സർവകലാശാല, പോണ്ടിച്ചേരി സർവകലാശാല എന്നിവിടങ്ങളിൽ ഇത് ഒരു പാഠപുസ്തകമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സാഹിത്യത്തിനു പുറമെ 2023-ൽ GR ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരനോടൊപ്പം ക്രിസ്റ്റി എന്ന മലയാള സിനിമയുടെ സഹ എഴുത്തുകാരനായി അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തായ നോവലായ ആടുജീവിതം സംവിധായകൻ ബ്ലസി ദി ഗോട്ട് ലൈഫ് എന്ന പേരിൽ ഒരു സിനിമയാക്കി മാറ്റി. ഇത് 2024 മാർച്ച് 28 പുറത്തിറങ്ങി. അബി ഷകിൽ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മരീചിക, ശരീരശാസ്ത്രം, യൂത്തനേഷ്യ, പെൺമാറാട്ടം, EMSഉം പെൺകുട്ടിയും, മനുഷ്യൻ എന്ന സഹജീവി, ഇരുണ്ട വനസ്ഥലികൾ, ഒറ്റമരത്തണൽ തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 2008-ൽ അബുദാബി ശക്തി അവാർഡ്, 2009-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2012-ൽ മാനേഷ്യൻ സാഹിത്യ സമ്മാനം, 2013-ലെ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിനുള്ള DSE സമ്മാനം, 2014-ലെ പത്മപ്രഭ സാഹിത്യ അവാർഡ്, 2018-ലെ സാഹിത്യത്തിനുള്ള JCB സമ്മാനം, 2018-ലെ ക്രോസ് വേർഡ് ബുക്ക് അവാർഡ്, 2019-ൽ മുട്ടത്തുവർക്കി അവാർഡ്, 2021-ലെ വയലാർ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.